ഏട്ടൻ ചായ. അമ്മ അമ്പലത്തിൽ സമയമായില്ലേ? ചൂടാ. ഓ അമ്പലത്തിൽ നിന്ന് വരാറായില്ലല്ലോ. ഏട്ടനകത്ത് പോയിരുന്ന് പത്രം വായിച്ചേ. ഇവിടെ ഇരുന്ന് പത്രം വായിക്കണ്ട, അകത്ത് പോയിരുന്ന് വായിക്കേ. ചൂടടി, അതുകൊണ്ടല്ലേ അവിടെ ഇരുന്നിരുന്ന. ഫാൻ ഇട്ടോണ്ടിരുന്നാ മതി. ഇവിടെ ഇരുന്ന് എന്തായാലും പത്രം വായിക്കണ്ട. ഏട്ടൻ അകത്തോ മുറിയിലോ അടുക്കളയിലോ എവിടെ വേണേലും ഇരുന്ന് പത്രം വായിച്ചോ, പക്ഷെ ഇവിടെ ഇരുന്ന് പത്രം വായിക്കണ്ട. ഇവിടെ ഇരുന്ന് ഞാൻ പത്രം വായിക്കുന്നത് നിനക്ക് എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചത്. ഇവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന ദിവസം ഒക്കെ ആ ക്ലീറ്റോ ചേട്ടനായിട്ട് വഴക്കല്ലേ? ഇത് കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഉറക്കം വായിക്കുന്നില്ലല്ലോ, മനസ്സിലാണ് വായിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിന് വായിക്കണ്ട, എഴുന്നേറ്റേ വന്നേ. ഞാൻ മര്യാദയ്ക്ക് പത്രം വായിച്ചോണ്ടിരിക്കല്ലേ? രാവിലെ തന്നെ വഴക്ക് വേണ്ട ഏട്ടാ. വാ നീ അതോ കാപ്പി ഉണ്ടാക്കാൻ നോക്ക്. അയ്യോ പത്രം കേട്ടോ, നിന്റെ കയ്യിരിക്കുന്ന സാധനമാണ് പത്രം. അത് ഇനി തരാൻ വായിച്ചോണ്ടിരിക്കല്ലേ? വായിക്കാനിരിക്കും. അത് എൻ്റെ ഞാനുള്ളൊരു വാർത്ത അതിലുണ്ട്. അതിന് എടുത്ത് പത്രം ചെല്ലു. അളിയാ, ഞാനൊരു പത്രം വരുത്തുന്നു ഇവിടെ. ഇത് ഞാൻ വായിച്ച് തീർന്നിട്ട് അടിയന് തരും. സാധാരണ അങ്ങനെയാണല്ലോ, ഞാൻ വായിച്ചതിനെ ബാക്കി തരാം. എന്നാ സാധാരണയുള്ള രീതിയൊക്കെ മാറിയത് അറിഞ്ഞില്ല അല്ലേ? ഇത് ഞാൻ വരുത്തിയ പത്രമാണ്. ഞാൻ കാശ് കൊടുത്ത് ഇന്ന് മുതൽ പത്രം വരുത്തുന്നുണ്ട്. ആ പത്രമാണിത്. ഈ പത്രം മര്യാദയ്ക്ക് ഇങ്ങോട്ടാ കൊടുത്തേക്കേട്ടാ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വീട്ടിൽ പത്രം വരുത്ത ആള് ഞാനാണ്. ഇത് ഞാൻ വരുത്തിയ പത്രമാണ്. എല്ലാ ദിവസവും പോലെ ഇവിടെ പത്രം വന്നു, ഞാനിരുന്ന് വായിക്കുന്നു. വായിച്ചിട്ട് വേണമെങ്കിൽ നിനക്ക് തരാം. അതുകൊണ്ട് തന്നെയാണ് 10 വർഷമായിട്ട് ഒരുത്തൻ്റെ അവൻ്റെ അവൻ വായിച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് വായിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുതിയ പത്രം വരുത്തിയത്. ഇത് എൻ്റെ പത്രം. നിന്റെ പത്രം വരുമായിരിക്കും. ഇപ്പൊ വന്നത് എൻ്റെ പത്രം. കാരണം ഞാൻ ആ ചെക്കനോട് പറഞ്ഞു, എനിക്ക് രാവിലെ നേരം പുലരുന്നതിന് മുമ്പേ പത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ പത്രമാണ്. പ്രിന്റ് ചെയ്തിരുന്നതിന് മുമ്പാ. നീ വലിയ തമാശ കളിക്കാതെ പത്രം ചെറുക്കായി. ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ ഇവിടെ വന്നിരുന്ന് പത്രം വായിക്കണ്ടെന്ന്. രീതിയിൽ ഈ ചെറുക്കൻ ഈ സപ്ലിമെന്റ് കഷ്ണം വായിച്ചോ. സപ്ലിമെന്റിന്റെ കഷ്ണം എന്തിനും ഇത് വരെ പട്ടിക്ക് തിന്നെ ഇട്ട് കൊടുക്കും പോലെ കഷ്ണം എനിക്കാന്ന് വേണം. നീ കളിക്കാതെ പത്രം എടുക്ക്. അങ്ങനെ തരാൻ പറ്റുള്ളൂ. നിനക്ക് എന്താ കുഴപ്പം? എടേ, ഇത് ഞാൻ വരുത്തിയ പത്രമാണിത്. ആര് പറഞ്ഞു? അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഇതിനകത്ത് നിന്റെ പത്രം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലല്ലോ. എല്ലാ ദിവസവും എനിക്കല്ലേ പത്രം വരുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് പത്രം വരുന്ന ആരാ? ഞാൻ വായിച്ചിട്ടല്ലേ ഇവന് കൊടുക്കാറുള്ളത്. അയ്യോ, എടാ, നിന്റെ എച്ചില് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പത്രക്കാരനോട് പറഞ്ഞില്ലേ പത്രം ഇടണമെന്ന്? പറഞ്ഞില്ലേടി? എടി, പത്രം ഇടുന്ന ചെറുക്കനോട് ഞാൻ പത്രം ഇടാൻ പറഞ്ഞില്ലേ? പിന്നെ അതങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞു. ആ പത്രമാണ് ഈ പത്രം. ആ പത്രം ഇനി വരെയുള്ളൂ. എടേ, നിന്റെ പത്രമാണ് ഇനി വരാനുള്ളത്. ഇതിപ്പോ വന്നത് എന്റെ പത്രമാണ്. കിടന്നത് അത് ചെറുക്കന് മാറിക്കൊണ്ടിട്ടത് പറഞ്ഞു. നീ തമാശ പറഞ്ഞ ആള് വേണമെങ്കിൽ അവിടെ കൊണ്ടിടും. നീ കാത്തിരുന്ന ഇവിടെ ആരും വായിക്കണ്ട. അല്ല പിന്നെ എന്തോന്നു ഒരു മര്യാദയില്ലേ? എന്താ കണ്ടില്ലേ നീ? ഇത് കീറിയിട്ടത് ഇപ്പൊ എന്റെ പത്രമാണ്. നിനക്ക് വല്ലതും ചെയ്യണ്ട ചേച്ചി. നിന്റെ പത്രം ഇനി വരെയുള്ളൂ. അയ്യോ, പിന്നെ അക്ഷരം സരസ്വതി ദേവിയാ അതിന് വലിച്ചിട്ടത്. ഒരു കാര്യം ചെയ്യ്, നീ നിന്നെ എല്ലാം കൂടെ എടുത്ത് അകത്തോണ്ട് വെച്ച് പൂജിക്കടേ. കാണിക്കുന്നവൻ എന്റെ അടുത്ത്. ഞാൻ ഇരിക്കുന്നത് അതിരേല്. നിന്റെ അവിടെ അല്ല, എന്റെ അവിടെ. അവനെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കും. നിങ്ങൾ അസുഖം നിനക്കാ? ഇത് കണ്ട ഇന്നത്തെ പത്രമാണ്. ഭഗവാനെ, രണ്ടെണ്ണം കൂടെ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. എന്റെ പത്മനാഭ, എന്റെ പ്രാർത്ഥന വെറുതെ ആയല്ലോ. അതെ, ഞാൻ 8 രൂപ വാങ്ങിച്ച പത്രമാണ്. ഞാൻ കീറും, ചിലപ്പോ ഇവിടെ ഒട്ടിക്കും, പലതും ചെയ്യും. എടാ, റോഡിലേക്ക് കേൾക്കാലോ. ആദ്യം വീട്ടിൽ മാത്രം ഉണ്ടായിരുന്നു, നാട്ടുകാരെ അറിയിക്കണം. നീ കാര്യകത്ത് പോ. നീയും കാര്യകത്ത് പോടാ. അമ്മ ഇപ്പൊ പറഞ്ഞത് മര്യാദ. പിന്നെ നിന്ന് ചിലക്കണ എന്ത് കാര്യത്തിനാണ്? ആദ്യം വായോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കയ്യും കാലം തുടങ്ങിയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. അമ്മാവ പോവല്ലേ അമ്മാവ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വയറ് നിറഞ്ഞു. ഇനി എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ചേച്ചി, ഞാൻ പോവാ. നീ എന്തെങ്കിലും കഴിക്കുക. ഇനി എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. കരുവാ.
ഇപ്പൊ എങ്ങനെ നല്ല ആശ്വാസം ഉണ്ടോ? രാവിലെ തന്നെ ഒന്ന് അവന്റെ മുതുകത്തോട്ട് അങ്ങ് കയറിക്കൊള്ളണം. സത്യത്തിൽ നിങ്ങൾ ആ പത്രക്കാരനോട് പറഞ്ഞോ പത്രം ഇടാൻ? എന്റെ കർത്താവേ, നീ ഇത് എന്തോന്ന് തങ്കം? നീ കേട്ടതല്ലേ ഞാൻ ആ ചെക്കനോട് പറഞ്ഞത് നാളെ ഒരു പത്രം ഇടണമെന്ന്? എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞോ ക്ലീറ്റോ? ഇല്ലടി, നീ ഇല്ലേലും കേൾക്കൂല. ഞാൻ എന്തേലും നല്ലത് പറഞ്ഞ അതൊന്നും നീ കേൾക്കൂല. എന്തെങ്കിലും കൊള്ളരുതായ കാണിച്ചാ ക്ലീറ്റോ എന്നോട് പറയണത്. നിങ്ങളെ ചമ്മണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവന്റെ മുമ്പിൽ അത് പറയാതെ. പിന്നെ ഞാൻ അവന്റെ നിങ്ങൾക്ക് എന്തിന്റെ സുഖമായിരുന്നു ഇപ്പൊ അവനോട് പോയി തല്ലു പിടിക്കാനായിട്ട്? അല്ലേ ആ പത്രം അവന് തന്ന എന്താ കുഴപ്പം? അവൻ വായിച്ചു കഴിഞ്ഞിട്ട് വായിച്ചപ്പോ പോരെ നിങ്ങൾക്ക്? അയ്യോ, അവൻ വായിച്ചിട്ട് അവന്റെ ഉച്ചിഷ്ടം കഴിക്കാൻ. പിന്നെ ഞാൻ അത്രയ്ക്ക് തരം താഴ്ന്നൊന്നുമല്ല. അവൻ പണിയെടുക്കുന്ന പൈസ ഒക്കെ തിന്നുന്നുണ്ടല്ലോ. ആര് തിന്നുന്നു? അവന്റെ പെങ്ങളും കുട്ടിയും. കഴിഞ്ഞില്ല അല്ലേ? സമാധാനമില്ല ഇപ്പൊ എല്ലാവർക്കും? അല്ല എന്ത് സമാധാനം? ആ ഇനി എന്തായാലും വഴക്കും വെക്കാണൊന്നും ഉണ്ടാവാൻ പോണില്ല. ചേച്ചി പറഞ്ഞതാ അതിന്റെ ശരി. ചേച്ചി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ, അത് വൈകിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നേരത്തെ വീതം വെച്ച് തരണം. മക്കളെ എങ്ങനെ തമ്മിലിട്ട് അടുപ്പിക്കരുത്. നമുക്ക് തരാനുള്ളത് തന്നാൽ അവർക്ക് കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? നിന്റെ ഉയരം എത്ര? നീ എത്ര പൊക്കമുണ്ട്? നീ പിന്നെ പൊക്കം അനുസരിച്ചാണ് വീതം തരുന്നത്. അല്ല, എത്ര പൊക്കമുണ്ട് അത് പറ. എനിക്കിത് പൊക്കം കൂട്ടി പറയാൻ ഞാൻ. നീ നിന്റെ ഉയരം പറയടാ. ഇത് 6 അടിക്കുള്ളി വരും. ആ വെറുതെ അല്ല ചേച്ചി ഒരു 10-12 അടി ഉയരം വേണമെന്ന് പറഞ്ഞു. ഇതൊന്ന് നിങ്ങൾ ഈ രണ്ടാളും പരസ്പരം എന്നീ കാണുമ്പോഴാണല്ലോ തല്ലുമ്പകളൊക്കെ. ഇനി അതില്ലാവില്ല അതന്നെ. എന്താന്ന് ആ അതിർത്തിയിൽ ചേച്ചി 12 അടിയോ 10 അടി അകരത്തില് മതിൽ കെട്ടാൻ പോവാ. എവിടെ? നിങ്ങളുടെ രണ്ടുപേരും അതിർത്തിയില്. പിന്നെ അതെ, ചേച്ചി പറഞ്ഞതാ ശരി. രണ്ടുപേരും കാണുമ്പോഴാണല്ലോ പ്രശ്നം. ഇനി രണ്ടുപേരും തമ്മിൽ കാണില്ല. നിനക്ക് നിന്റെ വഴി, കനകന്റെ വഴി. അടഞ്ഞു പോണം. കാണുമ്പോഴാണല്ലോ അങ്ങോട്ട് കൊണ്ടുതും. ഇനി കാണണ്ട പരസ്പരം. അങ്ങനെ അങ്ങ് മതിലേട്ടാ വരട്ടെ. അങ്ങനെ അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയാ? പിന്നല്ലാണ്ട് നീ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളല്ലേ? ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കണം. അത് ശരി, ഔദാര്യത്തിൽ താമസിക്കണം പോലെ അല്ല. നിന്റെ വാക്ക് കേട്ടിട്ട് വേണം ചേച്ചി. അമ്മാവ ഔദാര്യമല്ല, അത് അവകാശമാണ്. അവകാശമാണെങ്കിൽ അത് ഈ പുറത്ത്, അത് അവരുടെ പുറം. രണ്ടുപേരുടെ അതിരില് കെട്ടണേന് ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ട്. ഞങ്ങളോട് ചോദിക്കണം. അല്ലാതെ അങ്ങനെ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോടാറുണ്ട്. ചേച്ചിയുടെ തീരുമാനം നല്ലതാണ്. ചേച്ചി എന്നോട് പറഞ്ഞു. ഞാനിത് മേശിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. അത് കാത്തിട്ടാ നിൽക്കണം. മേശിൽ വരട്ടെ. കെട്ടാൻ പറ്റുമല്ലോ എനിക്കറിയാം എന്ത് ചെയ്യണോ. നീ ഒരു ചുക്കും ചെയ്യില്ല. അമ്മാവ എന്റെ അണികളോട് ഒരു വാക്ക് പറഞ്ഞോണ്ടല്ലോ അവരെല്ലാം കൂടെ ഒന്ന് ഇടിച്ച് തകർക്കും. ഒന്ന് പോടാറുണ്ട്. എന്റെ പാർട്ടി അണികളൊക്കെ വീട്ടിലെ ഈ തറവാട്ടിലെ കാലെടുത്ത് തൂക്കിയാണല്ല. ചേച്ചി ആരാന്ന് ഈ അറിയും. പിന്നെ ഞങ്ങളൊന്ന് തീരുമാനിച്ച നല്ല തീരുമാനം അത്. അതുപോലെ തന്നെയാണ് ഞാനും എന്റെ പാർട്ടി അണികളൊക്കെ ഒന്ന് തീരുമാനിച്ച് ആ തീരുമാനം പോടാറുണ്ട്. എന്റെ പാർട്ടി കാണാൻ നമുക്ക് കാണാം. ഇനി ആ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞോ? അമ്മയുടെ ഗുണ്ട. അമ്മേ ഈ രണ്ട് വീടിന്റെ ഇടയിൽ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. അതൊക്കെ ഇനി ആലോചിക്കാനൊന്നുമില്ല. ഇവന്മാര് തമ്മിൽ കാണാതിരുന്നാലുള്ള വഴക്കൊക്കെ തീരുമല്ലോ. വയ്യനി അതന്നെയല്ലത്. മതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന കാര്യത്തിൽ നമ്മളിവിടെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അവൻ ഓരോ കുടുക്കിയും ചാടും. അതിന് സമാനം പറയാൻ ഞാനും. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വരും. അവളെ കണ്ണീര് കാണാറുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. അമ്മ പറഞ്ഞ തന്നെ ശരി, മതിലിട്ടിക്കും. അല്ല, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എനിക്കൊരിത്തിരി മനസമാധാനം തന്നാ മതി നിങ്ങൾ. എത്ര കാലമായിട്ട് ഞാൻ സഹിക്കുന്നതിന് എനിക്ക് വയ്യ. മതിൽ കെട്ടി കഴിയുമ്പോൾ അവസാനം അമ്മ തന്നെ പറയും മതിൽ പൊളിക്കാൻ. അത് ഞാൻ സഹിച്ചു. ഇതാണ്ടേ യുവന്മാര് തമ്മിലുള്ള വഴക്ക് കാരണേ നാണക്കേട് എന്റെ കുടുംബത്തിനാ, നിന്റെ കുടുംബത്തിനല്ല. എന്റെ ഹബീൽദാർ ജീവിച്ചിരിക്കണമായിരുന്നു. രണ്ടിനെയും വേടി വെച്ച് കൊല്ലുമായിരുന്നു. അമ്മേ മതില് കെട്ടിപ്പൊക്കിയ തക്കിളിമോളെ എങ്ങനെ കാണും? തക്കിളിമോളെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ പോയി കണ്ടോളാം. എനിക്കിനി വയ്യ. നിങ്ങൾ എന്നെ ശല്യം ചെയ്തൊന്ന് പോകൂ. ചേച്ചിയെ, അവിടെ മതില് കെട്ടാൻ ക്ലീറ്റസ് സമ്മതിക്കില്ല. എന്ത്? അവൻ പാർട്ടിയിലെ അണികളൊക്കെ വിളിച്ച് തടുക്കാനുള്ള പരിപാടിയാ. എന്തോന്ന്? എന്റെ വസ്തുവിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ക്ലീറ്റസ് സമ്മതിക്കൂല പോലും. മതില് കെട്ടാൻ മേശിരി വരുവോ ഇല്ലയോ അതാ എനിക്കറിയേണ്ടത്. മേശിരിയോട് പറഞ്ഞിട്ടുണ്ട്, മേശിരി വരും. അത് മതി. ഏട്ടാ നീ കയറി പൊടി. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. എന്താ ഇപ്പൊ കിടന്ന് വെകിളി പിടിക്കണത്? ഒരു കാര്യമില്ല. ആര് വെള്ളം പിടിച്ചു? ആരാ ഇപ്പൊ നിക്കപ്പൊറുതിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണത്? എന്ത് കണക്കായി പോയി. അമ്മ അവിടെ മതിൽ കെട്ടണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണം നിങ്ങക്ക്.
അത് അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ആര് തീരുമാനിക്കണം? അതെ, ഇവിടെ ഇങ്ങനെ ഒരു മതിൽ വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ കണ്ടാൽ എന്ത് പറയില്ല? ഇവിടെ നമ്മൾ കുടുംബക്കാർ തമ്മിൽ അടിയും വഴക്കുവാണെന്ന് പറയില്ലേ? അയ്യോ, പുറത്തുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇവിടെ അടയും ചക്കരയായിട്ട് നിൽക്കുക എല്ലാവരും. ഓ, അമ്മയെ കൊണ്ട് മതിലായിട്ടുള്ള ഏർപ്പാടൊക്കെ കെട്ടിയവനും കൂടെ എല്ലാം ശരിയാക്കി വെച്ചല്ലേ അല്ലേ? ഓ, എന്തിനാ ക്ലീറ്റോ ചേട്ടാ വെറുതെ കണ്ണിച്ചോറിയില്ലാതെ വർത്താനം പറയുന്നത്? ഇവിടെ മതിൽ കെട്ടിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാൻ അമ്മയുടെ കാല് പിടിച്ചിട്ടാ വരുന്നത്. അമ്മ സമ്മതിക്കുന്നില്ല, ഭയങ്കര വാശിയില്ല മതിൽ കെട്ടുമെന്നും പറഞ്ഞുകൊണ്ട്. എന്റെ മോളെ, അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ന് തുടങ്ങിയതാ ഇവിടത്തെ ഈ തമ്മിത്തല്ല്. എന്തെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ ക്ലീറ്റോ? ഞാൻ മാത്രമേ ഉള്ളൂ കുഴപ്പം. അതെ, ഇപ്പൊ ചെന്ന് ചൊറിയണത് അവനെ കണ്ടിട്ടല്ലേ? ഇനി നിങ്ങൾ അവനെ കാണണ്ട. എന്റെ ആങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ശല്യാണല്ലോ. ഇനി നിങ്ങൾ അവനെ കാണണ്ട, ഇവിടെ മതിൽ തന്നെ വരട്ടെ. ഏട്ടനും അമ്മയുടെ കൂടെ തന്നെയാ മതിൽ കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട്. ഏട്ടൻ മാത്രം ആക്കണ്ട, വേണ്ട. ഏട്ടൻ്റെ അനിയത്തിയും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അമ്മയുടെ കൂടെ കൂടിക്കോ. പിന്നെ ഞാനും ഒരു വാശിയുള്ള തന്തയുടെ മോനാ. ഇത് കെട്ടണം, എനിക്കൊന്ന് കാണണം. പിന്നെ എന്റെ ക്ലീറ്റോ, നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു തീരുമാനം എടുത്താൽ പാറ പോലെ ഉറച്ചു നിൽക്കും ഞങ്ങളുടെ അമ്മ അതിനകത്ത്. ആ പാറ പൊട്ടിക്കാൻ പറ്റൂലെന്ന് ക്ലീറ്റോ കാണിച്ചു തരാം. ഹവിൽദാരെ വീരഭദ്രൻ നായർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെയാണ് ഇനി ക്ലീറ്റോ പൊട്ടിക്കാൻ പോണത്. ഒന്ന് പോ ക്ലീറ്റോ, നീ വഴി വെച്ചേ. ചേട്ടൻ എവിടാ ചേച്ചിയെ, ഇതാണ് ഞാൻ പറഞ്ഞ മേസ്ത്രി. അമ്മ എവിടാ? മതിലേട്ടന്റെ കാര്യം പറഞ്ഞു. കാണിച്ചു കൊടുക്ക്. അതങ്ങോട്ട് വാ. ഇവിടുന്ന് മുട്ടിച്ച് കെട്ടണം. ഇവിടെ മുട്ടിച്ച് തങ്ങളുടെ തലവരെ അങ്ങേറ്റം വരെ. അമ്മ ഇവിടെ ഇപ്പൊ എങ്ങനെ പാറ ഇറങ്ങി കെട്ടണോ അതേ താവൂക്ക ചുടിയിൽ ഇറങ്ങി കെട്ടാന്നാ? കെട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. അതൊക്കെ മേശിയുടെ ഇഷ്ടം. മതില് നല്ല ബലമുള്ളതായിരിക്കണം. ഒരു മഴയത്തങ്ങ് ഇടിഞ്ഞ് വീണ് പോകരുത്. തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പാറ ഇറക്കി അടി കെട്ടിയിട്ട് മുകളിൽ താവൂക്ക് വെച്ചാൽ കെട്ടാ. അത് കെട്ടാ, അത് കെട്ടാ. ഞാൻ എന്തായാലും ഒന്ന് അളന്നു നോക്കട്ടെ. ആളെന്നോ ചേട്ടാ പിടിക്കണം. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ബംഗാളികളെ വരെ കിട്ടാനില്ല. ഞാൻ മേശരി. ഞാൻ എന്റെ നാട്ടിലെ മേശരി. ഇവിടെ ഇവിടെ അളന്നു അതില് അമ്മച്ചി വിളിച്ചു. അമ്മ ഇവിടെ മതിലിട്ടാനൊന്നും പറ്റില്ല. ക്ലീറ്റസേ, എന്റെ വീട്ടിൽ എനിക്ക് മതിൽ കെട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ മേശരിയെ വിളിച്ചത്. അമ്മ അങ്ങനെ മതിലിട്ടി അത് ശരിയാവൂല. അത് ശരിയാവണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തോന്ന് പ്രശ്നം? വേറെ നാട് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നറിയാമോ? നാട് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് ഇത് മൊത്തം അവന്റെ ഇവിടെ നിന്ന് മതിലിട്ട് തിരിച്ച് അവന് പറയാൻ പറ്റില്ലല്ലോ, അവന്റെ അഭിമാനം പോകും. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അതെ, ഈ തോന്നിയ ദിവസം ഇങ്ങനെ മതിലിട്ടല്ലോ വേറെ ഒരിടത്തും ചെയ്യൂല. ഇത് മാ വൃത്തിയാണ്. നിങ്ങൾ പാലായാലും ഒന്ന് നോക്ക്. ഞങ്ങൾ ആ കൂട്ടുകുടുംബം എന്ത് ഐക്യത്തോടെയാണ് അവിടെ കഴിയണെന്ന്. നീ അവിടെ ഇല്ലാത്തോട്ട് അവരെ ഐക്യമായിട്ട് കഴിയണു. അമ്മാവനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ മതിലിട്ടാൻ പറ്റൂല. എന്താ പറ്റാത്തന്ന്? ഞാൻ അമ്മയുടെ അടുത്താണ് പറയണത്. എനിക്ക് അമ്മാവനോട് സംസാരിക്കണ്ട. ഓ, മതിലൊരു 10 അടിക്ക് മുകളിലുണ്ടായിരിക്കണം. 10 അടി മുകളിലാ? എങ്കിൽ അമ്മ നമുക്ക് അതിന്റെ മണ്ടല്ലേ ഈ കമ്പിയൊക്കെ ഇങ്ങനെ കറക്കി നമ്മളെ ജയിലിന്റെ മതിലെടുത്തില്ലേ? അങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല. അത് കേട്ടാ അമ്മ, ഈ മതിൽ ഇവിടെ കെട്ടിയ ഒരുപാട് ഭവിഷ്യത്തുണ്ടാവും. ഒരു ഭവിഷ്യത്തുമില്ല. നീ ആവശ്യമുള്ള കാര്യങ്ങൾ പറയല്. ഇവിടെ ഞങ്ങളൊരു കുടുംബം കഴിയാണ്. ഞാനൊരു കൊച്ചും തള്ള ഉള്ളതാ. ഞങ്ങൾക്ക് ഇച്ചിരി കാറ്റും വായും വെളിച്ചൊന്നും കിട്ടട്ടെ. അല്ല, ഈ മതിൽ ഇവിടുന്ന് ഇടിഞ്ഞങ്ങ് വീണാൻ ചെയ്യും. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അങ്ങനെയൊന്നും മതിൽ ഇടിഞ്ഞ് വീഴൂല. ഞാനാണ് കിട്ടണം, മേശരിയാണ് കിട്ടണം. നീ ചുമ്മാ നിനക്ക് നീ എന്തുറപ്പില് പറയണത്? അതെ, മതിലേട്ട് ഞാൻ സ്റ്റേ വാങ്ങിക്കും. പോലീസിനാണ് വിളിക്കണത്. 60 വയസ്സായ ഒരു സ്ത്രീ കംപ്ലൈന്റ് കൊടുത്താൽ എന്താണ്ടാവും അറിയോ? പിന്നെ പട്ടാളക്കാരന്റെ ഭാര്യയും കൂടിയാണ്. നീ അഴി എണ്ണണ്ട് വരും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കണ്ട അവിടെ മാറിക്ക്. ചേച്ചി പറഞ്ഞാൽ എനിക്കിത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പിടിക്ക്. നീ വിളിക്ക്, പോലീസിനെ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മതിലേട്ടി കഴിഞ്ഞാൽ എന്നെ കാണണ്ടല്ലോ നിനക്ക്, അല്ലേ? വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ ആഗ്രഹം നടക്കട്ടെ. മതിലേട്ടി കഴിഞ്ഞ് ആരെ കാണണ്ടെങ്കിൽ വേണ്ട. അപ്പുറത്തുള്ളവർ തിന്നാ കുടിച്ചാ ജീവിച്ചിരിപ്പുണ്ടാകുന്ന അറിയണ്ടെങ്കിൽ നിങ്ങൾ മതിൽ കെട്ടി എന്താണോ ചെയ്തോ. അതിന് പോലീസിനെ വിളിക്കണേ. ഞാൻ ഒന്നും പറയില്ല, എനിക്ക് തടസ്സമില്ല. കിട്ടിക്കോ, കെട്ടും. താൻ മതിൽ കെട്ടടോ അങ്ങോട്ട്. ഒരു മതിൽ കെട്ടി എല്ലാം തീരുമെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ. ഒരുപാട് പൊക്കത്ത് കെട്ടണ്ട. അത് ഒരു ചെറിയൊരു ഇത് മതി. അതെന്ത്? അല്ല, അങ്ങനെ കിട്ടിയാ പോരാ അമ്മ. അങ്ങനെ പോരാ. ഞാൻ തീരുമാനിച്ചോണ്ട് തന്നെ കെട്ടും. അതെ,
നിങ്ങൾ കെട്ടണത് നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ കെട്ടിക്കോളും. പക്ഷെ ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു കിളിവാതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മതിലൊന്നും ഇടാൻ പറ്റൂല. വേണ്ട, കിളിവാതിലും വേണ്ട, കിളിക്കൂടും വേണ്ട. ഞാൻ തീരുമാനിച്ചാണെങ്കിൽ എന്നെ കെട്ടി നിങ്ങൾ തമ്മിൽ കാണണ്ട. കാണണ്ടേ? ഇച്ചിരി കാറ്റ് കയറാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞങ്ങളവിടെ വേണ്ട വേണ്ട, നിങ്ങൾ കാണണ്ട. ഞാൻ കാണണം. നിങ്ങൾ കാണണോ? എനിക്ക് അവള് വല്ലതും കഴിച്ചതെന്ന് അറിയണ്ടേ? എനിക്കും പിന്നെ ഇവിടെ അമ്മയെ കാണണം, ഹവിൽദാർ മാമനെ കാണണം. അത് കൊള്ളാം. അപ്പൊ ഞാനായ കുറ്റക്കാരി. നല്ല കാര്യമായി പോയി. അതിൽ തന്നെ നമ്മളിപ്പോ എപ്പോഴാ അതിനു വേണ്ടി വഴക്കുന്നുണ്ടാക്കിയില്ലല്ലോ. ഇപ്പൊ ഇവിടെ നിസ്സാരം ഒരു വിഷയം ഉണ്ടായില്ലല്ലോ. ഞങ്ങൾ ഒന്ന് രണ്ട് കൊച്ചു വർത്താനം പറഞ്ഞതിന് ഇവിടെ മധുര കെട്ടേണ്ട കാര്യമുണ്ടോ? എടാ, നിസാരമാണ്. ഒരു പേപ്പറിന്റെ പെർസെന്റാണ് ഇത്രയും ഉണ്ടായത്. മനസ്സിലായല്ലോ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം വഴക്കുണ്ടാക്കിയിരിക്കുന്നത്? അവിടെ മതിലിട്ടി അവിടെ ഇപ്പൊ എവിടെ മതിലിട്ട പൈസ ഉണ്ടാ പറ്റില്ല. അപ്പൊ മതില് കെട്ടണ്ടേ രണ്ടുപേർക്കും? പിന്നെ നിങ്ങൾ കെട്ടിപ്പോവും. ഞാൻ പറയുന്നില്ല. ഒരു 8 രൂപ പേപ്പറാണ് അമ്മയ്ക്ക് വലുതല്ലേ? എടാ, നിനക്ക് മതില് കെട്ടണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മ എടുത്ത് മതി കേട്ടാ. എടാ, നിനക്ക് മതില് കെട്ടണോ? ഞാൻ എടുത്ത് എപ്പോഴും പറഞ്ഞു എനിക്ക് മതിലിട്ടണമെന്ന്. എനിക്ക് അവനെ കാണണം, അവളെ കാണണം, കൊച്ചിനെ കാണണം. ആ, എനിക്കും അത് തന്നെ. നാളെ കാണാതെ ഞാൻ ഇങ്ങനെ ഇരിക്കും. എത്ര വർഷത്തെ വന്ന അമ്മ? അതെ, അവ ഈ വേല കാണിച്ചിട്ട് ഞാൻ വെറുത്താ എന്താ? അതെ, 10-25 കൊല്ലത്തെ ബന്ധാ ഞാനും അവനായിട്ട്. അത് നിങ്ങളെ ഒരു മതിൽ കെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തീരെയൊന്നുമില്ല. രണ്ടിനും ചെന്ന് കണ്ടു കൊടുത്തമ്മേ. രണ്ടിനും ഞാൻ ആട്ടിച്ച് പറ്റിച്ചു തരും കേട്ടാ. സ്നേഹമുള്ളടത്തല്ലേ അമ്മ വഴക്കുണ്ടാവും. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. അവിടെ മതിൽ കെട്ടണ്ടേ? തൽക്കാലം വേണ്ട, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. Alien versus Alien.